ഹലോ ഡിയേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു 25 ബേസിക് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സെൻറ്റൻസുകൾ പഠിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ എന്തായാലും ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ഞാൻ പറയും, ചിലപ്പോൾ 3 പ്രാവശ്യം പറയും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ ക്ലാസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വേഗം തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് എന്നെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് സെൻറ്റൻസ് പറയാണ്, എന്താ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? എന്താ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? നമ്മൾ സാധാരണ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. വൈ സ്റ്റിക്ക് അറൗണ്ട് ഹിയർ എന്ന് പറയട്ടോ. ഞാൻ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് പല രീതിയിലും ഒരു സെൻറ്റൻസിനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏറ്റവും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതുപോലെ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ വൈ സ്റ്റിക്ക് അറൗണ്ട് ഹിയർ എന്ന് വെച്ചാലും എന്താണ്, എന്താ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്നാണ് അർത്ഥം കേട്ടോ. വൈ സ്റ്റിക്ക് അറൗണ്ട് ഹിയർ. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത സെൻറ്റൻസ് പറയാണ്, മറിച്ച് ചിന്തിക്കരുത്. നമ്മൾ പറയാറില്ലേ മറിച്ച് ചിന്തിക്കരുത് കേട്ടോ, അതിൻ്റെ അപ്പുറം ചിന്തിക്കരുത് എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. ഡോണ്ട് തിങ്ക് അതർവൈസ്, ഡോണ്ട് തിങ്ക് അതർവൈസ്, ഡോണ്ട് തിങ്ക് അതർവൈസ്. ഓക്കെ, അപ്പോൾ മറിച്ച് ചിന്തിക്കരുത്. നെക്സ്റ്റ്, ശരി ആയിക്കോളൂ, ശരി ആയിക്കോളൂ. ഓക്കെ, ഗെറ്റ് ഗോയിങ്, ഓക്കെ ഗെറ്റ് ഗോയിങ്, ഓക്കെ ഗെറ്റ് ഗോയിങ്. ഓക്കെ, ആയിക്കോളൂ. ഓക്കെ, അവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഇതെങ്ങനെ പറയാം? They are all in a bunch. They are all in a bunch. They are all in a bunch. അവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ വെറും മണ്ടത്തരമല്ലേ? ഇതൊക്കെ വെറും മണ്ടത്തരമല്ലേ? This is all absurd. This is all absurd. This is all absurd. ഓക്കെ, അബ്സേർഡ് മണ്ടത്തര കേട്ടോ. ക്ലിയർ ഇല്ലാത്ത ഒരു വേഗമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ അബ്സേർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് നാണമില്ലേ? Aren't you ashamed? Aren't you ashamed? Aren't you ashamed? നിങ്ങൾക്ക് നാണമില്ലേ? തോളിൽ നിന്ന് നിൻ്റെ കൈയെടുക്ക്, തോളിൽ നിന്ന് നിൻ്റെ കൈയൊന്നെടുക്ക്. ഹാൻഡ്സ് ഓഫ് മൈ ഷോൾഡർ, ഹാൻഡ്സ് ഓഫ് മൈ ഷോൾഡർ, ഹാൻഡ്സ് ഓഫ് മൈ ഷോൾഡർ. ഓക്കെ, നിന്നെ പോലുള്ള പലരെയും എനിക്കറിയാം, നിന്നെ പോലുള്ള പലരെയും എനിക്കറിയാം. ഐ നോ യുവർ സോർട്ട്, ഐ നോ യുവർ സോർട്ട്. നീയും നിൻ്റെ അച്ഛനും കണക്കാ, നീയും നിൻ്റെ അച്ഛനും ഒരുപോലെ എന്ന് നമ്മൾ പറയാറില്ല. നീയും നിൻ്റെ അച്ഛനും കണക്കാ. യു ആൻഡ് യുവർ ഫാദർ ആർ സോർട്ട്, യു ആൻഡ് യുവർ ഫാദർ ആർ സോർട്ട്, യു ആൻഡ് യുവർ ഫാദർ ആർ സോർട്ട്. അവിടെയാണ് കുഴപ്പം, അവിടെയാണ് കുഴപ്പം. ദാറ്റ്സ് വാട്ട് ദി പ്രോബ്ലം, ദാറ്റ്സ് വാട്ട് ദി പ്രോബ്ലം, ദാറ്റ്സ് വാട്ട് ദി പ്രോബ്ലം. നെക്സ്റ്റ് വൺ, ഞങ്ങൾ അയാളുമായി ഒന്ന് സംസാരിച്ച് നോക്കി, ഞങ്ങൾ അയാളുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കി. We had a talk with him. We had a talk with him. We had a talk with him. ഞങ്ങൾ അയാളുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കി. ആ ബ്ലേഡ് തുരുമ്പിച്ചതാണ്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? That blade is rusty. That blade is rusty. അത് തുരുമ്പിച്ചതാണ്, ആ ബ്ലേഡ് തുരുമ്പിച്ചതാണ്. That blade is rusty. മണം കൊണ്ട് ഇത് ഇറച്ചിയാണ്, മണം കൊണ്ട് ഇത് ഇറച്ചിയാണ്. ബൈ സ്മെൽ ഇറ്റ്സ് മീറ്റ്, ബൈ സ്മെൽ ഇറ്റ്സ് മീറ്റ്. ഓക്കെ, ബൈ സ്മെല്ല് മണം കൊണ്ട് ഇറ്റ്സ് മീറ്റ്, ഇത് മീറ്റ് ആണ്. ഓക്കെ, ഞങ്ങളെ തടസ്സപ്പെടുത്തരുത്. ഡോണ്ട് ഇൻറ്ററപ്റ്റ് അസ്, ഡോണ്ട് ഇൻറ്ററപ്റ്റ് അസ്. ഞങ്ങളെ തടസ്സപ്പെടുത്തരുത്. ഡോണ്ട് ഇൻറ്ററപ്റ്റ് അസ് അല്ലെങ്കിൽ ഡോണ്ട് പ്രിവെൻറ്റ് അസ് എന്നും പറയാം കേട്ടോ. നിങ്ങളുടെ ബാഗിൽ എന്താണ്? വാട്ട്സ് ഇൻ യുവർ ബാഗ്, വാട്ട്സ് ഇൻ യുവർ ബാഗ്, വാട്ട്സ് ഇൻ യുവർ ബാഗ്. നിങ്ങളുടെ ബാഗിൽ എന്താണ്? നിനക്ക് അവിടെ പോകണമെന്ന് എന്താ ഇപ്പം ഇത്ര വാശി? അല്ലെങ്കിൽ നിനക്ക് അവിടെ പോകണമെന്ന് എന്താ ഇപ്പം ഇത്ര നിർബന്ധം? വൈ ആർ യു ബെൻറ്റ് ഓൺ ഗോയിങ് ദർ, വൈ ആർ യു ബെൻറ്റ് ഓൺ ഗോയിങ് ദർ, വൈ ആർ യു ബെൻറ്റ് ഓൺ ഗോയിങ് ദർ. ഇവിടെ നിങ്ങൾ ഈ ബെൻറ്റ് ഓൺ എന്നുള്ള വേർഡ് മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, എനിക്കവിടെ പോകണമെന്ന് അത്ര വാശിയൊന്നുമില്ല, അത്ര നിർബന്ധമൊന്നുമില്ല. ഐ എം നോട്ട് ബെൻറ്റ് ഓൺ ഗോയിങ് ദർ, ഐ എം നോട്ട് ബെൻറ്റ് ഓൺ ഗോയിങ് ദർ, ഐ എം നോട്ട് ബെൻറ്റ് ഓൺ ഗോയിങ് ദർ. എന്ത് വന്നാലും ഞാൻ അവളെ കല്യാണം കഴിച്ചിരിക്കും, അതെൻ്റെ വാശിയാണ്. എന്ത് വന്നാലും ഞാൻ അവളെ കല്യാണം കഴിച്ചിരിക്കും, ഉറപ്പാണ്. ഐ എം ബെൻറ്റ് ഓൺ മാരിയിങ് ഹർ, ഐ എം ബെൻറ്റ് ഓൺ മാരിയിങ് ഹർ. ഓക്കെ, അപ്പോൾ ഈ ബെൻറ്റ് ഓണിൻ്റെ യൂസേജ് ക്ലിയർ ആയല്ലോ. ഒന്ന് വരൂ, ജസ്റ്റ് കം, ഒന്ന് വരൂ, ജസ്റ്റ് കം. അടുത്തത് നോക്ക്, ദാ വരുന്നു. ഇവിടെ എങ്ങനെ പറയാം? ജസ്റ്റ് കമ്മിങ്, ജസ്റ്റ് കമ്മിങ്, ദാ വരുന്നു. പോയി വിശ്രമിക്കൂ, ഗോ ആൻഡ് റിലാക്സ്, ഗോ ആൻഡ് റിലാക്സ്. പോയി വിശ്രമിക്കൂ.
ഞാൻ എൻ്റെ താമസം മാറ്റി. I have changed my residence. I have changed my residence. I have changed my residence. ഞാൻ എൻ്റെ താമസം മാറ്റി. എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. No matter what happens. No matter what happens. എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. എൻ്റെ തുണി ആകെ നനഞ്ഞു. My clothes are wet through. My clothes are wet through. My clothes are wet through. വെറ്റ് നനയുക എന്നാട്ടോ. അലാറം മുഴങ്ങി. Alarm went off. Alarm went off. Alarm went off. The last sentence in our list is നിങ്ങൾ വെറുതെ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണെന്ന് നമ്മൾ പറയാറില്ലേ. നിങ്ങൾ വെറുതെ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നറിയാം. You are asking for troubles. You are asking for troubles. You are asking for troubles. ഓക്കെ, അപ്പോൾ ഇത്രയില്ല. അപ്പോൾ നമ്മൾ 25-26 സെൻറ്റൻസോളം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കുറച്ചെങ്കിലും സെൻറ്റൻസുകൾ നിങ്ങളുടെ മൈൻഡിൽ തങ്ങിയിട്ടുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഇത് നിങ്ങളുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ ഒരിക്കലും മറന്നുപോകില്ല കേട്ടോ. നിങ്ങൾ 1-2 പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മറന്നുപോകില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഇന്നത്തെ ക്ലാസ്. നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ് ആയിട്ട് കാണാം. താങ്ക് യു.